കുറഞ്ഞ ചിത്രത്തിലൂടെ മലയാളത്തിൽ ശ്രദ്ധ നേടിയ സംവിധായകനാണ് ജിസ് ജോയ്. ബൈസിക്കിൾ തീവ്സ് എന്ന ചിത്രത്തിലൂടെ കരിയർ തുടങ്ങിയ അദ്ദേഹം നിരവധി പരസ്യ ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജിസ് ജോയുടെ സംവിധാനത്തിൽ അവസാനമിറങ്ങിയ തലവൻ എന്ന ചിത്രം മികച്ച അഭിപ്രായം നേടിയിരുന്നു. മലയാള സിനിമയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണ് ജിസ് ജോയ്. ഹീറോ ഹീറോയിൻ എന്നതിനപ്പുറം എല്ലാവരും അഭിനേതാക്കളാണെന്ന ചിന്ത താരങ്ങൾക്ക് വന്നെന്നും അതുകൊണ്ടാണ് മമ്മൂട്ടി റോഷോക്കും പൃഥ്വിരാജ് അയ്യപ്പനും കോശിയും എല്ലാം ചെയ്തതെന്നും ജിസ് ജോയ് പറയുന്നു. ഇന്ന് സംവിധായകർക്ക് ഒരുപാട് സ്പേസ് ഉണ്ടെന്നും ജിസ് ജോയ് പറഞ്ഞു. തലവൻ സിനിമയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി കമൽഹാസനെ കണ്ട അനുഭവവും അദ്ദേഹം പങ്കുവച്ചു. മാതൃഭൂമി സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിനോട് സംസാരിക്കുകയായിരുന്നു ജിസ് ജോയ്. കമൽഹാസൻ സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് മലയാള സിനിമയെക്കുറിച്ചായിരുന്നു. മലയാളമല്ലാതെ വേറെ ഒരു ഇൻഡസ്ട്രിയും ഇത്ര ഹിറ്റ് കൊടുത്തിട്ടില്ല. ഈ വർഷം ഇതുവരെ വലിയ ബിസിനസ് നൽകിയിട്ടില്ല. 80കളിൽ വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പല ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്യാനായി സിനിമകൾ ഒരുക്കിയിരുന്ന കാലം. അത് എക്സ്പോർട്ട് ബിസിനസ്സായി ഒരുക്കിയ സിനിമകളായിരുന്നു. തെലുങ്കിലും കന്നഡയിലും വിൽക്കാൻ വേണ്ടിയുള്ള ചിത്രങ്ങൾ. എനിക്കത് പുതിയൊരു അറിവായിരുന്നു. കാലം എത്രയോ മാറി. ഇന്ന് മമ്മൂക്ക ഭ്രമയുഗം ചെയ്യുന്നു, പിന്നെ കാതലും ടർബോയും ചെയ്യുന്നു. 6 മാസത്തിനുള്ളിലാണ് ഇത്രയും വൈവിധ്യം നമ്മൾ കണ്ടത്. റോഷോക്കിലെ വേഷം പണ്ടത്തെ മമ്മൂക്കയായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു. ഹീറോ ഹീറോയിൻ എന്നതിനപ്പുറം ആക്ടേഴ്സ് ആണ് എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും വന്നു. ആ തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് അയ്യപ്പനും കോശിയും സിനിമയിൽ പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റും തോറ്റുകൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സംവിധായകർക്ക് പണി എളുപ്പമായി. ആരോടും എന്ത് കഥാപാത്രവും പറയാം എന്നായി. ഇപ്പോൾ എന്തും ആലോചിക്കാനുള്ള സ്പേസ് ഉണ്ട്. മലയാളത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കണ്ടന്റാണ് ഹീറോ, ജിസ് ജോയ് പറയുന്നു.